ഖുർആൻ ആസ്വാദനം. 1-ാം അധ്യായം, സൂറത്തുൽ ഫാത്തിഹ. 3-ാമത്തെ ആയത്ത്. അർത്ഥം: പരമകാരുണികൻ, കരുണാനിധി. റാഇന്റെയും ഹാഇന്റെയും അക്ഷരങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത്. ഒരു കാര്യം വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്, ഫാത്തിഹയിലെ എല്ലാ ആയത്തുകളുടെയും അവസാനത്തിൽ ഒരു മദ്ദുണ്ട്. ആ മദ്ദിന്റെ പേര് ആരിൽ എന്നാണ്. അത് 2 ഹർക്കത്തിന്റെയോ 4 ഹർക്കത്തിന്റെയോ 6 ഹർക്കത്തിന്റെയോ ഒക്കെ അളവിൽ നമുക്ക് സൗകര്യപൂർവ്വം നീട്ടാവുന്നതാണ്. എന്നാൽ നീട്ടുമ്പോൾ 2 ഹർക്കത്തിന്റെ അളവിലാണെങ്കിൽ, ഉദാഹരണത്തിന് നമ്മൾ ഓതുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അതാണ് 2. റബ്ബിൽ ആലമീൻ, അത് 4. റബ്ബിൽ ആലമീൻ, ഇത് 6. ഇതിൽ ഏത് ഹർക്കത്തിന്റെ അളവിലും 2, 4, 6 നമുക്ക് നീട്ടാം. എന്നാൽ ഒരു ആയത്തിൽ അങ്ങനെ 4-ലാണ് നമ്മൾ നീട്ടുന്നതെങ്കിൽ ഈ 7 ആയത്തിലും, ഫാത്തിഹയുടെ എല്ലാ ആയത്തിലും 4 ഹർക്കത്തിന്റെ അളവിൽ തന്നെയാണ് ചെയ്യേണ്ടത്. 2 ആണെങ്കിൽ 2, 6 ആണെങ്കിൽ 6. ഈ രൂപത്തിലുള്ള ഒരു ഏകീകരണം ഈ ആയത്തിന്റെ നീട്ടലിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഇതാണ് മദ് ആരിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അർ-റഹ്മാനിർ റഹീം, റാഉം ഹാഉം പ്രത്യേകം ശ്രദ്ധിക്കുക. ആസ്വാദനം. കാരുണ്യം എന്നർത്ഥം വരുന്ന റഹ്മത്ത് എന്ന ഗുണത്തിൽ നിന്ന് നിഷ്പന്നമായ ദൈവനാമങ്ങളായ അർ-റഹ്മാനിനെയും അർ-റഹീമിനെയുമാണ് പരമകാരുണികൻ, കരുണാനിധി എന്നിങ്ങനെ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. റാ, ഹ, മീം എന്നീ അക്ഷരത്രയത്തിൽ നിന്നുണ്ടായ പദങ്ങളിലൊന്നാണ് റഹ്മത്ത്. ഈ അക്ഷരത്രയം അങ്ങേയറ്റത്തെ സ്നേഹത്തെയും വാത്സല്യത്തെയും കാരുണ്യത്തെയും അനുകമ്പയെയുമെല്ലാം ദ്യോതിപ്പിക്കുന്നതാണ്. ഗർഭസ്ഥ ശിശുവിനെ വഹിക്കുന്ന ഗർഭാശയത്തെ വിളിക്കുന്ന റഹം ഈ ത്രയത്തിൽ നിന്ന് തന്നെയുണ്ടായതാണ്. ആര് എന്തിന് നൽകുന്നു എന്നുപോലും അറിയാതെ അമ്മയുടെ വയറ്റിൽ കുഞ്ഞനുഭവിക്കുന്ന സുരക്ഷിതത്വത്തെയും വാത്സല്യത്തെയും കാരുണ്യത്തെയുമെല്ലാം റഹം എന്ന പദം ഉൾക്കൊള്ളുന്നു. ഇതേപോലെ തിരിച്ചൊന്നും ലഭിച്ചില്ലെങ്കിലും പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന തീവ്രമായ അനുകമ്പയെയും കാരുണ്യത്തെയും ദ്യോതിപ്പിക്കുന്ന പദമാണ് റഹ്മത്ത്. സ്നേഹം എന്നർത്ഥമുള്ള മവദ്ദത്ത്, ഹുബ്ബ് എന്നീ പദങ്ങളെക്കാൾ ഉയർന്നതാണ് റഹ്മത്തിലൂടെയുണ്ടാവുന്ന ബന്ധം. സ്വന്തം താല്പര്യത്തിന് വേണ്ടി സ്നേഹിക്കുന്നതാണ് ഹുബ്ബ്. തിരിച്ച് സ്നേഹം ലഭിക്കുന്നതിന് വേണ്ടി മറ്റേയാളെ സ്നേഹിക്കുന്നതാണ് മവദ്ദത്ത്. തിരിച്ച് ലഭിക്കണമെന്ന നിബന്ധനയോ സാർത്ഥമായ ഏതെങ്കിലും താല്പര്യമോ ഇല്ലാതെ ഒരു വശത്തേക്ക് മാത്രമൊഴുകുന്ന പരിഗണനയുടെയും അനുകമ്പയുടെയും വാത്സല്യത്തിൻ്റെയും പ്രവാഹമാണ് റഹ്മത്ത്. സ്വന്തം അസ്തിത്വത്തിൽ കാരുണ്യത്തെ രേഖപ്പെടുത്തിയവനായാണ് അള്ളാഹുവെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. എൻ്റെ കാരുണ്യം സകല വസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കുന്നുവെന്നും അള്ളാഹു പറഞ്ഞിരിക്കുന്നു. നിശ്ചയം എൻ്റെ കാരുണ്യം എൻ്റെ കോപത്തെ മുൻകടന്നിരിക്കുന്നുവെന്ന് പടപ്പുകളെ സൃഷ്ടിച്ചപ്പോൾ തന്നെ തൻ്റെ സിംഹാസനത്തിന് മുകളിൽ അള്ളാഹു എഴുതി വെച്ചതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. സത്യനിഷേധത്തിലും തന്നിഷ്ടത്തിലും ധിക്കാരത്തിലും മുഴുകിയവർ പോലും അവൻ്റെ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ സദാ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് തൻ്റെ കോപത്തെ അതിജയിക്കുന്ന അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടാണ്. റഹ്മത്തിൽ നിന്നുണ്ടായ ദൈവനാമങ്ങളാണ് അർ-റഹ്മാനും അർ-റഹീമും. അള്ളാഹുവിൽ നിന്ന് അവൻ്റെ സൃഷ്ടികളിലേക്ക് പ്രവഹിക്കുന്ന റഹ്മത്തിൻ്റെ തീവ്രത, നൈരന്തര്യം, സ്ഥായീഭാവമില്ലായ്മ എന്നിവയെ കുറിക്കുന്നതാണ് അർ-റഹ്മാൻ എന്ന ദൈവനാമം. അന്ത്യനാളുവരെ അവൻ്റെ സൃഷ്ടികളിലേക്ക് അവൻ്റെ റഹ്മത്ത് തീവ്രമായി പ്രവഹിച്ചുകൊണ്ടേയിരിക്കുകയാണെന്നും എന്നാൽ പ്രസ്തുത പ്രവാഹം എന്നെന്നും നിലനിൽക്കുന്നതല്ലെന്നും ഈ ദൈവനാമം വ്യക്തമാക്കുന്നു. പ്രകടനം അനുഭവവേദ്യമാവാത്ത സന്ദർഭങ്ങളിൽ പോലും റഹ്മത്ത് എന്ന ഗുണം ദൈവാസ്തിത്വത്തിലുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് അർ-റഹീം എന്ന ദൈവനാമം. ഇഹലോകത്ത് അള്ളാഹു റഹ്മാനും പരലോകത്ത് അവൻ റഹീമുമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്.
അള്ളാഹു അർ-റഹ്മാനായതിനാൽ നന്മ ചെയ്യുന്നവരെന്നോ തിന്മ ചെയ്യുന്നവരെന്നോ വ്യത്യാസമില്ലാതെ ഈ ലോകത്തുള്ളവർക്കെല്ലാം അള്ളാഹുവിൻ്റെ തീവ്രമായ കാരുണ്യം എപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ അർ-റഹീമായതിനാൽ മരണാനന്തര ജീവിതത്തിൽ വെച്ച് അർഹതപ്പെട്ടവർക്ക് വേണ്ടി മാത്രം അവൻ്റെ കാരുണ്യത്തിൻ്റെ പൂർണ്ണമായ പ്രകാശനം നടക്കുന്നു. ഇക്കാര്യം വ്യക്തമാക്കുന്ന ഹദീസ് കാണാം. അള്ളാഹുവിൻ്റെ കാരുണ്യം 100 ഭാഗിച്ചതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഈ ലോകത്ത് എല്ലാ ജീവികൾക്കുമിടയിൽ അവൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അവർ തമ്മിൽ ദയയും കരുണയും കാണിക്കുന്നത് ആ ഒരു ഭാഗം കൊണ്ടാണ്. ബാക്കി 99 ഭാഗവും ഖിയാമത്ത് നാളിൽ തൻ്റെ ദാസന്മാർക്ക് കരുണ ചെയ്യുവാനായി അവൻ കരുതി വച്ചിരിക്കുകയാണ്. ബുഖാരി, മുസ്ലിം ഈ ഹദീസ് ഉദ്ധരിക്കുന്നു. അള്ളാഹുവിൻ്റെ സത്തയുടെ സവിശേഷതയാണ് റഹ്മത്തെന്നും ആ ദിവ്യകാരുണ്യത്തെ അവൻ തന്നെ തൻ്റെ മേലൊരു ബാധ്യതയാക്കി നിശ്ചയിക്കുകയും ചെയ്തിരിക്കുന്നുവെന്നും ഈ ലോകത്ത് വെച്ച് അവൻ്റെ കാരുണ്യം എല്ലാവർക്കും എല്ലായ്പ്പോഴും ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും ഇവിടെ അവനിൽ നിന്നുണ്ടാവുന്നതെല്ലാം അവൻ്റെ കാരുണ്യത്തിൻ്റെ പ്രകടനമായിരിക്കുമെന്നും ലോകാവസാനത്തോടെ അത് അവസാനിക്കുമെന്നും അതിനുശേഷവും അവൻ്റെ കാരുണ്യത്തിൻ്റെ സമ്പൂർണമായ പ്രകാശനമുണ്ടാവുമെന്നും പക്ഷേ അത് അനുഭവിക്കാൻ കഴിയുക അർഹതപ്പെട്ടവർക്ക് മാത്രമായിരിക്കുമെന്നുമുള്ള വസ്തുതകളെല്ലാം ഉൾക്കൊള്ളുന്നതാണ് അർ-റഹ്മാൻ, അർ-റഹീം എന്നീ ദൈവനാമങ്ങൾ. പരമകാരുണികനിൽ നിന്ന് ഉണ്ടാവുന്നതെല്ലാം അവൻ്റെ കാരുണ്യത്തിൻ്റെ പ്രകടനമാണെന്നും അത് തനിക്ക് തിന്മയായി ഭവിക്കുന്നത് ചിലപ്പോൾ തൻ്റെ വർത്തനങ്ങളിലുള്ള തകരാറുകൊണ്ടാണെന്നും മനസ്സിലാക്കുന്നവനായിരിക്കും അള്ളാഹുവിനെ റഹ്മാനും റഹീമുമായി മനസ്സിലാക്കുന്ന വിശ്വാസി. തൻ്റെ പ്രവർത്തനങ്ങളിലുള്ള വീഴ്ചകളെപ്പറ്റി അയാൾ സദാ ബോധവാനായിരിക്കും. എന്തെങ്കിലും വീഴ്ച സംഭവിച്ചാൽ തന്നെ അത് ഉടനടി തിരുത്തുവാൻ അവൻ സന്നദ്ധനുമായിരിക്കും. എന്നിട്ടും തനിക്ക് പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടാവുകയാണെങ്കിൽ അത് ദിവ്യകാരുണ്യത്തിൻ്റെ ഭാഗമാണെന്നും ആത്യന്തികമായ നന്മയാണത് പ്രദാനം ചെയ്യുകയെന്നും മനസ്സിലാക്കി ക്ഷമിക്കുവാനും സഹിക്കുവാനും അവന് സാധിക്കും. അള്ളാഹുവിനെ പരമകാരുണികനായി മനസ്സിലാക്കാത്തതാണ് നിരാശാബോധത്തിൻ്റെയും ജീവിത നിഷേധത്തിൻ്റെയുമെല്ലാം അടിസ്ഥാന കാരണം. ദൈവിക കാരുണ്യത്തെക്കുറിച്ച് നിരാശരാവുക എന്നത് വഴിപിഴച്ചവരുടെ സ്വഭാവമാണെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അദ്ദേഹം ഇബ്രാഹിം നബി പറഞ്ഞു, തൻ്റെ രക്ഷിതാവിൻ്റെ കാരുണ്യത്തെപ്പറ്റി ആരാണ് നിരാശപ്പെടുക വഴി പിഴച്ചവരല്ലാതെ എന്ന് ഖുർആൻ ചോദിക്കുന്നു.